കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി 1.5 വയസ്സു മാത്രം പ്രായമുള്ള തൻ്റെ മകനെ കടൽ ഭിത്തിയിൽ തലയിടിച്ചു കൊന്ന ശരണ്യ എന്ന് പറയുന്ന കുറ്റവാളി ആത്മഹത്യക്ക് ശ്രമിച്ചത്രേ. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ നടക്കുമ്പോൾ അത്രമാത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സംഭവമാണ് ശരണ്യയുടേത്. ശരണ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് എന്താണ് എന്നുള്ളത് നമ്മളിൽ പല ആളുകൾക്കും നേരത്തെ അറിയാവുന്നതാണ്. കാരണം 2020 കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമാണ് ശരണ്യ നടത്തിയ ഈ കൊലപാതകം. ശരണ്യക്ക് ഒരു ഭർത്താവുണ്ട്. ഭർത്താവിൻ്റെ പേര് പ്രണവ് എന്നാണ്. ശരണ്യയും പ്രണവും തമ്മിൽ സ്നേഹിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രണയത്തിലായതിനു ശേഷമാണ് ഇവർ വിവാഹം കഴിച്ചത്. ഇവർ വിവാഹം കഴിച്ചതിന് ശേഷം 1.5 വയസ്സ് ഒരു കുട്ടി ജനിക്കുന്നു. കുട്ടിക്ക് 1.5 വയസ്സാകുന്നു. വിയാൻ എന്നാണ് കുട്ടിയുടെ പേര്. എന്നാൽ ശരണ്യയും പ്രണവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇവർ തമ്മിൽ ഒരു ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതോടുകൂടിയാണ് ശരണ്യ നിതിൻ എന്ന് പറയുന്ന ഒരു യുവാവുമായി പ്രണയത്തിലാകുന്നത്. എന്നാൽ ഈ നിതിന് മറ്റൊരു ബന്ധം കൂടി ഉണ്ടായതായി ശരണ്യക്ക് അറിയുന്നു. ഇത് ശരണ്യ ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ ശരണ്യയും നിതിനും തമ്മിൽ ഒരു കരാറിലെത്തുന്നു. ആ കരാർ പ്രകാരം കുഞ്ഞിനെ ഒഴിവാക്കുകയാണ് എങ്കിൽ തന്നെ സ്വീകരിക്കാമെന്ന് നിതിൻ ശരണ്യക്ക് വാക്ക് നൽകുന്നു. ഇതനുസരിച്ചാണ് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള താൻ നൊന്തു പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ ശരണ്യ തൻ്റെ വീടിന് തൊട്ടപ്പുറത്തുള്ള തയ്യിൽ എന്ന് പറയുന്ന പ്രദേശത്തെ കടൽ തീരത്തെ കടൽ ഭിത്തിയിൽ തലയിടിച്ച് കൊലപ്പെടുത്തുന്നത്. അതേസമയം ഈ കൊല നടത്തുമ്പോഴും ഈ കൊല തൻ്റെ ഭർത്താവായ പ്രണവിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള സമർത്ഥമായിട്ടുള്ള നീക്കങ്ങളും ശരണ്യ നടത്തിയിരുന്നു. അതായത് ശരണ്യ പ്രണവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നു. ഭർത്താവ് തന്നെയാണ്. ഭർത്താവ് വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ശരണ്യ വിയാൻ എന്ന് പറയുന്ന തൻ്റെ മകനെ കടൽ ഭിത്തിയിൽ കൊണ്ടുപോയി കൊല ചെയ്യുന്നത്. എന്തിനാണ് ഭർത്താവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭർത്താവ് ഉറങ്ങുന്ന സമയത്ത് ഈ കൊലപാതകം നടത്തിയത് എന്ന് ചോദിച്ചാൽ ഈ കേസ് അല്ലെങ്കിൽ ഈ കൊലപാതകം ഭർത്താവിൻ്റെ തലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. ഏതായാലും പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശരണ്യ തൻ്റെ മകനെ കടൽ ഭിത്തിയിൽ തലയിടിച്ചു കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് വ്യക്തമാകുന്നത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരണ്യയുടെ കാമുകനായിട്ടുള്ള നിതിൻ പ്രതിയല്ല. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തളിപ്പറമ്പ് കോടതിയിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ശരണ്യ ഇത്തരത്തിൽ ആത്മഹത്യാശ്രമം നടത്തുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്വകാര്യ ലോഡ്ജിലാണ് ശരണ്യയെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹോട്ടൽ ജീവനക്കാർ മുറിയിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് ശരണ്യ വിഷം കഴിച്ച് അവശ നിലയിൽ കിടന്നിരിക്കുന്ന സംഭവം കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ശരണ്യക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഈ സംഭവത്തെ പല ആളുകളും കർമ്മയോട് ബന്ധപ്പെടുത്തുന്നു. കാരണം ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ അനന്തരഫലം പിന്നീട് അവർ നേരിടും, അല്ലെങ്കിൽ അതിൻ്റെ ഫലം അവരെ വേട്ടയാടും എന്നുള്ള കർമ്മ എന്നുള്ള പ്രയോഗം തന്നെയാണ് ശരണ്യയുടെ ഈ ആത്മഹത്യാശ്രമത്തിൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.